ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ടയുടെ ഏവിയേറ്റർ വണ്ടി പെട്രോൾ ലീക്കായിട്ട് വന്നതാണ്. അത് കാർബറേറ്റർ ഓവർഫ്ലോ ആയതാണ് കംപ്ലയിൻറ്റ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കാർബറേറ്ററിനകത്ത് ഇപ്പോഴത്തെ പെട്രോളിൻ്റേതായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, അതിൻ്റെ ഉള്ളൊക്കെ നോക്കുമ്പോൾ ഉണ്ടോ ഫംഗസ് പിടിച്ച് പൂപ്പൽ പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ മെയിൻ കംപ്ലയിൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം കേട്ടോ. അത് ഈ സൈഡൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് പ്രാവശ്യം അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. അത് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് വീണ്ടും വീണ്ടും കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അതിനിപ്പോൾ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമല്ല കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഫ്ലോട്ട് വാൽവ് തൽക്കാലം മാറ്റിയിട്ട് നിർത്താൻ പറ്റുമെന്ന് നോക്കാം. ഇത് സ്റ്റക്ക് ആവുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നോക്കാം. 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പോൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യണ കേസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി നേരത്തെ ആക്കാനായിട്ട് നോക്കാം. കാരണം ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് കാണിച്ചാൽ സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് പിടിപിടിന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രീതിയിൽ ആ ഫ്ലോട്ട് വാൽവ് മാറ്റണമുണ്ട്. പെട്രോളില്ല. അപ്പോൾ പെട്രോളും ഒരു 100 മേടിച്ച് അടിച്ചിട്ട് വേണം ഇനി ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും ഭാഗം ചെയ്യണുണ്ട് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. വണ്ടി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം മണ്ടത്തരായിരിക്കും. ഒന്നുമല്ല കാർബറേറ്റർ അസംബ്ലി മാറ്റി നമ്മൾ ഉപയോഗിക്കണം. അത് അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ തന്നെ ആയതുകൊണ്ട് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ കാർബറേറ്റർ മാറ്റാതെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90%. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളൊക്കെ ഇരിക്കുകയാണെന്ന് പറയാം, മൊത്തം ദ്രവിച്ചൊരവസ്ഥയിലിരിക്കണം. മൊത്തം പൊടി പോലെ ഇങ്ങോട്ട് പോരും. അപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കൈയോടെ തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി തൽക്കാലം ഉപയോഗിക്കുക. കുറച്ച് കഴിയുമ്പോൾ വിറ്റൊഴിവാക്കാനായിട്ട് നോക്കാം. ഓക്കെ.